പുനർജനി പുനർജനി ഫസ്റ്റ് ടൈം എൻ്റെ വൈഫിൻ്റെ വായന്നാണ് കേട്ടത്. അത് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പുനർജനിയെ പറ്റിയിട്ട് എനിക്കൊന്നും അറിഞ്ഞിരുന്നില്ല. വൈഫ് ഒരു 6 to 8 months ആയിട്ട് ഇവിടായിട്ട് ടച്ച് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ ഉണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വയം ഒരാൾ നിർത്താൻ പറയുമ്പോഴേ അയാൾ വന്നാൽ മതി, ജസ്റ്റ് കൊണ്ടുവന്നിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നിർത്താൻ വൈഫിനോട് പറയണതും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ പല ടെൻഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനത്തെ ആൾക്കാരുണ്ടാവും, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലാക്കി ഫ്രീഡമുണ്ട് എല്ലാ വിധത്തിലും. ഒരു പേഷ്യൻ്റ് ആണെന്ന് നമ്മൾ മറക്കുകയാണ് ഇവിടെ വന്നിട്ട്. അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ ഇവിടെ വരികയാണെന്ന് വെച്ചാൽ ഫാമിലീൻ്റെ കൂടെ വരണം. ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ അത് നല്ലൊരു സപ്പോർട്ട് ആണ്. അവരും പലതും അറിയണം. വെറും നമ്മളറിഞ്ഞിട്ടല്ല, നമ്മൾ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് നമ്മളെ ചാലഞ്ചസ് പലതും വരിക. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ജോൺസൺ മാസ്റ്റർ. എന്താ വെച്ചാൽ ആ കോൺസെപ്റ്റ് തന്നെ വേറെയാണ്. ഇതിന് മരുന്നില്ല, ഇതൊരു രോഗമാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് ഇതൊരു രോഗമാണെന്ന്. നിങ്ങൾ വന്നു എന്നോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആൽക്കഹോൾ കുടിക്കുമ്പോൾ എവിടെയാണ് എഫക്റ്റ് ചെയ്യണത്. ഞാൻ ലിവർ, കിഡ്നി, പാൻക്രിയാസ് ഇതൊക്കെ പറഞ്ഞത്. ബട്ട് ഇതിൻ്റെ സത്യാവസ്ഥ നമ്മുടെ ബ്രെയിനിലാണ് ഇതിൻ്റെ ഫസ്റ്റ് എഫക്റ്റ് പോകുന്നത്. നമ്മളെ തിങ്കിങ്, നമ്മളെ ഓൾ ഓവർ നമ്മൾ കാണുന്ന രീതി തന്നെ മാറുകയാണ്. അതാണ് നിങ്ങൾ പറഞ്ഞു തന്നത്. അത് ശരി തന്നെയാണ്. നമ്മളെ ലൈഫിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണ തിങ്കിങ് ഒക്കെ വേറെ വിധത്തിലാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാമിലി ലൈഫും വെളിയിലത്തെ ലൈഫും എല്ലാം കേടുവരുത്തുക ചെയ്യണത്. അതൊക്കെ പഠിക്കാൻ പറ്റി. പിന്നെ ഇവിടുത്തെ ഡോക്ടർ രമ്യ മാം, പിന്നെ ഫാദർ വർഗീസ്, അവരൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്കൊരു 70 to 80% നിങ്ങൾക്ക് മനസ്സിലാവും ആൽക്കഹോളിസം എത്രത്തോളം നമ്മളെ ഹെൽത്ത്, വെൽത്ത്, പിന്നെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നത് എല്ലാ വിധത്തിലും. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോഷ്യൽ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അത് പിന്നെ നമ്മൾ മെല്ലെ 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 അഡിക്റ്റായിട്ട് ആ ലെവലിനെ മാറുകയാണ് നമ്മൾ. പിന്നെ ഇവിടുത്തെ ഫുഡ്, സ്റ്റാഫ്, എല്ലാ ആൾക്കാരും വെരി ജെന്യൂൻ. ആസ് എ പേഷ്യൻ്റ് എല്ലാവരും നോക്കുന്നവർ, ആസ് എ ഫ്രണ്ട്ലി, ആസ് എ ബ്രദർ, ഏജിനനുസരിച്ചിട്ടാണ് അവർ പെരുമാറുന്നത് എല്ലാവരും. പിന്നെ ഈവൻ ചേച്ചിമാർ നമ്മളെ ഫുഡ് ഉണ്ടാക്കണ അവരും കൂടി വളരെ കോപ്പറേറ്റീവാണ്. നിങ്ങളും അടക്കം എല്ലാവിധ ഫ്രീഡം ഉണ്ട്. പിന്നെ ക്ലാസ് ഇവിടെ ഞാൻ വന്ന ദിവസം വൈകുന്നേരം 7 o'clock ഒരു ഫാദറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി എനിക്ക് ഞാൻ എത്ര ഇതായിരുന്നു എന്ന്. അവരുടെ ക്ലാസ് എന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തിരുന്നു, ടച്ച് ചെയ്തിരുന്നു. ഫാദറിൻ്റെ എല്ലാ ക്ലാസ്സുകളും, പിന്നെ അതേപോലെ ഡോക്ടർ മാമിൻ്റെ ക്ലാസ്സും, പിന്നെ ജോൺസൺ സാറിൻ്റെ വീഡിയോസ് ഒരു 21 days നമുക്ക് കാണാനുള്ള വീഡിയോസ് ഉണ്ട്. എല്ലാ ദിവസവും 1 hour. അതിൽ നിന്ന് മൂപ്പര് പറയുന്ന ഒരു 90 to 95% നമ്മളെ ലൈഫിലെല്ലാം കഴിഞ്ഞ സിറ്റുവേഷൻസാണ്. ഈവൻ ഫാമിലിയിലോ വെളിയിലോ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം റിലേറ്റീവ്സിൻ്റെ കൂടെ നടന്ന ഓരോ സംഭവങ്ങളും എല്ലാം നമ്മൾ ചെയ്തു വന്ന മൂപ്പരുടെ അനുഭവമാണ് മൂപ്പര് പറയുന്നത്. ബട്ട് എല്ലാ ഡ്രങ്കേഴ്സിൻ്റെയും റിയാലിറ്റി അതാണ്. പിന്നെ പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു സ്ഥാപനം വേറെ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവും ഇന്ത്യയിൽ തന്നെ. എന്താ വെച്ചാൽ ഞാൻ വന്ന സമയത്ത് ബോംബെയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പിന്നെ ഇന്നലെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും അവരുടെ റീച്ച് ഉണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിന് വേറെ വല്ലയിടത്തൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ 1.5 2 lakhs അങ്ങനത്തെ ലെവലിൽ പോവുകയും ചെയ്യും. പിന്നെ ഇങ്ങനത്തെ ഫ്രീഡം കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഏർലി മോർണിംഗ് 8 o'clock പ്രയർ നടക്കും. അത് കഴിഞ്ഞിട്ടാണ് ചെറിയ ആക്ടിവിറ്റീസ് ലൈക്ക് വാക്കിംഗ്. അത്
ക്യാമ്പസിൻ്റെ ഔട്ട്സൈഡിൽ കൊണ്ടുപോകണം. അതിന് സ്റ്റാഫ് വരുന്നുണ്ട്. റിലാക്സ് ചെയ്തിട്ട് പോവുക, തിരിച്ച് വരിക. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് 9 o'clock ഷാർപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. എത്ര വേണമെച്ചാൽ കഴിക്കുകയും ചെയ്യാം. ഒരു ബാരിഗേറ്റ് ഇല്ല അതിന്. എങ്ങനെ വേണമെച്ചാൽ ഫുഡ് കഴിക്കുക. ബട്ട് ഡോക്ടറിൻ്റെ സജഷൻ ഉണ്ട് തോന്നുന്നു ആ ഫുഡിൽ. ആര് ഷുഗറുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് അവർക്ക് ചായ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഷുഗർ അങ്ങനത്തെ ചായയും ഫുഡും കൺട്രോളിലാണ്. എല്ലാം നല്ല ഇതാണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് ആവുക. പിന്നെ 10:30 ക്ലാസ് ഉണ്ട് ജോൺസൺ സാറിൻ്റെ, അല്ലെങ്കിൽ ഡോക്ടർ മാം, അല്ലെങ്കിൽ നമ്മളെ ഫാദറിൻ്റെ. ആ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 11:30 12 ഇടയിൽ കഴിയും. അത് കഴിഞ്ഞിട്ടാണ് 1 o'clock ലഞ്ച്. അത് നല്ലൊരു ലഞ്ചാണ്. 3 days നോൺ വെജ്, പിന്നെ വെജ്, അങ്ങനെയൊക്കെ. പിന്നെ ഏറ്റവും വലിയൊരു ഇത് 1 o'clock കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 o'clock പിന്നെ ആക്ടിവിറ്റീസ്. അതിൽ പെയിൻറ്റിങ് ഉണ്ട്, ബുക്ക് റീഡിങ് ഉണ്ട്, പിന്നെ വല്ല സ്കിറ്റ്, അല്ലെങ്കിൽ പോസ്റ്റർ മേക്കിംഗ്, ദെൻ ന്യൂസ് പേപ്പർ മേക്കിംഗ്, ആർട്ടിക്കിൾസ് എഴുതുക, അങ്ങനത്തെ അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി. അത് ഗ്രൂപ്പിലാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും അതൊക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നത്, ഈ 10:30 to 11:30 ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു GD 12 o'clock വയ്ക്കുന്നുണ്ട്. GD ഗ്രൂപ്പ് ഡിസ്കഷൻ. അത് എല്ലാവരും ഇരുന്നിട്ട് റൗണ്ടിലായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ, ഇപ്പോൾ എൻ്റെ അഭിപ്രായം ആവില്ല സാറിൻ്റെ. അപ്പോൾ അങ്ങനത്തെ അതും എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് സംസാരിക്കാനുള്ള നമ്മളെ കേപ്പബിലിറ്റി കൂട്ടുന്നുണ്ട്. ചില ആൾക്കാർ വളരെ ഡൗൺ ആയിട്ടാണ് ഉണ്ടാവുക. ബട്ട് ദേ കം ടു സ്പീക്ക്. എല്ലാവരും ഇത് ഞാനും അങ്ങനെ ആയിരുന്നു. ഒരു 4 പേരുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കുറച്ച് ഇതല്ലായിരുന്നു. ബട്ട് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കുറേ ഇങ്ങനെ ഇത് വരുന്നുണ്ട്. അതെല്ലാവരുടെയും ഞാൻ ചേഞ്ചസ് കണ്ടിട്ടുണ്ട്. പിന്നെ 3 o'clock അത് നടക്കും. ആഫ്റ്റർ ദാറ്റ് 4 o'clock ചായ, ടീ ബ്രേക്കാണ്. നല്ലൊരു ചായ, എന്തെങ്കിലും കടി അങ്ങനെയൊക്കെ ഉണ്ടാവും. പരിപ്പുവട, അപ്പം, അങ്ങനത്തെ ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ദെൻ 5 o'clock അഗെയിൻ ഗെയിംസ്. അത് എല്ലാവരും നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. എല്ലാ ഫാമിലീസ് വരും, ബൈസ്റ്റാൻഡേഴ്സും എല്ലാവരും തമ്മിൽ ഗെയിംസ് ഉണ്ടാവും. അതൊരു 1 hour. ദെൻ ആഫ്റ്റർ 7 o'clock സെയിം ജോൺസൺ സാറിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ ഫാദറിൻ്റെ ക്ലാസ് അങ്ങനെ ഉണ്ടാവും. പിന്നെ 9 o'clock സെയിം ഡിന്നർ. അപ്പോൾ ഇത് ടൈം പോണത് അറിയില്ല. വി ആർ എൻഗേജ്ഡ്. നമുക്ക് മറ്റിടത്ത് ചിന്തിക്കാനോ ഒന്നിനും ടൈമില്ല. ഈ ഗ്യാപ്പിൽ നമ്മളെ കാര്യങ്ങളും എല്ലാം ചെയ്യും വേണം. തുണി കഴുകണം, ഫ്രണ്ട്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, മൊബൈൽ കോൾ ചെയ്യണം. അപ്പോൾ ബിസിയാണ് നമ്മൾ. മൈൻഡ് അങ്ങോട്ട് ഡൈവേർട്ട് ആവുന്നില്ല ഈ 21 days. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു എങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെന്ന്. ബട്ട് ഓരോ ദിവസം ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരുടെയും അനുഭവങ്ങൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് പോണ ദിവസമാണ്. ഞാൻ 16 മെമ്പേഴ്സിനെ കണ്ടിരുന്നു. എൻ്റെ മുമ്പിൽ പോയുള്ളവർ 16 വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് 30 ആൾക്കാരുടെ അനുഭവമുണ്ട്. നിയർ അബൌട്ട് ഒരു 30 ആൾക്കാരുടെ. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. 30 ആൾക്കാരുടെ എക്സ്പീരിയൻസ് പ്ലസ് നമ്മളെ ഡാറ്റ കളക്ഷനൊക്കെ ഉണ്ട്. ഇവിടുത്തെ സാൻഡ്ര മാം, ജെറോം, പിന്നെ അന്ന സിസ്റ്റർ അവരൊക്കെ എടുക്കുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തുറന്ന് പറയണം. അതിലൊരു മറയം വയ്ക്കാൻ പാടില്ല. എന്നാലാണ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വെളിയിലേക്ക് വരുള്ളൂ. മാക്സിമം ആൾക്കാർ തുറന്ന് പറയുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കണം. അത് പറഞ്ഞാൽ നമ്മൾ ഒരു 60 to 70% നമ്മളെ കാര്യങ്ങളൊക്കെ റെഡിയാവും. പിന്നെ ഫാദറിൻ്റെ കൗൺസിലിംഗ് ഉണ്ട്. അത് വൈഫായിട്ടും ഫാമിലി മെമ്പേഴ്സായിട്ടും പിന്നെ നമ്മളെ കൂടെ നടത്തും. ഒറ്റയ്ക്കും പിന്നെ വേറെയും. അത് നടന്നാലേ നമ്മളെ സൊല്യൂഷൻ വെളിയിലേക്ക് വരും. പിന്നെ അച്ഛൻ്റെ നല്ലൊരു ഫീഡ്ബാക്ക് അവർ തന്നെ തരും. ആ സൈഡ് പോകണ്ട, ഏതൊക്കെ സൈഡ് പോകണം, എന്താണ് നിങ്ങളുടെ ഇതിൽ പോസിറ്റീവ്, എന്താണ് നെഗറ്റീവിനെ വിടുക, പോസിറ്റീവിനെ പിടിക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് മെയിൻ. പുനർജനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇവിടെ വന്ന ആൾ നല്ല ഫ്രണ്ട്ഷിപ്പും ബോണ്ടിങ്ങും ആവും. ഈ 21 days ഒരു ഫാമിലി പോലെ ആവും. എന്താ വെച്ചാൽ ഇവിടെ വയസ്സുള്ള ആൾക്കാരും ഉണ്ടാവും, ചെറിയ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലത്തെ ആൾക്കാരുടെയും
നേച്ചറും ഇതും അതും എല്ലാം കാണാൻ പറ്റും. ഒരു വീട്ടിലത്തെ ഫീലിംഗ് കുറേയൊക്കെ മറക്കും നമ്മൾ. ആ ഒരു ഇതുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എല്ലാ 21 ആൾക്കാരെയും ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നമ്മൾ നല്ലത് ചൂസ് ചെയ്യുക, നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ 21 ദിവസത്തിൽ മനസ്സിലാവും എല്ലാവരുടെയും വൈബ് ഒരേപോലെ ആവില്ല. പല പ്രശ്നങ്ങളിലാണ് വരുന്നത് ആൾക്കാർ. ചിലർക്ക് ഫാമിലീൻ്റെ ടെൻഷൻ ഉണ്ടാവും, ചിലർക്ക് ഫൈനാൻഷ്യലി ഉണ്ടാവും, ചിലർക്ക് വേറെ വല്ല എന്തെങ്കിലും ബിസിനസ് ജോബ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും വൈബ് വേറെ ആവും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ചൂസ് ചെയ്യുക, അവരെയും സജസ്റ്റ് ചെയ്യുക, അവരിൽ നിന്ന് എന്തെങ്കിലും ഫീഡ്ബാക്കൊക്കെ വാങ്ങുക. നമ്മളെ പ്രശ്നങ്ങൾ എന്താണ് അതൊക്കെ പറയുമ്പോൾ അവരും എന്തെങ്കിലുമൊക്കെ സജഷൻ തരാനുണ്ടാവും. അതിൽ നിന്ന് നല്ലത് നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയൊരു ഇത്. ബാക്കി സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. ബട്ട് അവളൊക്കെ റൂമിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. ഇതിന് മെഡിസിൻ ഇല്ലയെന്ന് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. ഇതൊരു ബ്രെയിനിൻ്റെ രോഗമാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇതിന് മെഡിസിൻ ഇല്ല. ജോൺസൺ സാറിനെ പറയണത് നമ്മളെ വിൽ പവറും പിന്നെ ഇവർ തരുന്ന ഒരു ഇതാണ്, നമ്മൾ സപ്പോർട്ടാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ വിചാരിക്കണത് ഇവിടെ വന്ന ആൾക്കാർ ഇനി നെക്സ്റ്റ് പോയിട്ട് പിന്നെ ഇതിൽ വരികയാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഡ്രോബാക്കാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഇതിനെക്കാട്ടും നല്ല ഇത് കിട്ടില്ല എവിടെയും. എല്ലാവരും ഇവിടെ തന്നെ പറയണ കേട്ടിട്ടുണ്ട് 80% ആൾക്കാർ പിന്നെ ഇതിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഫോളോ അപ്പ് ഉണ്ട് ഇവിടെ കറക്റ്റായിട്ട് എല്ലാ മന്ത് ഉണ്ട്. പിന്നെ നിങ്ങൾ വിളിക്കണമുണ്ട്. നമ്മൾക്കും എപ്പോൾ വേണമെച്ചാൽ ഫാദറും പിന്നെ മാനേജ്മെൻറ്റിനും എപ്പോൾ വേണമെച്ചാൽ വിളിക്കുക, അങ്ങനത്തെ ഫ്രീഡം ഉണ്ട്. ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് വിളിക്കുക, വന്നൊരു 3 ദിവസം 4 ദിവസം നിന്ന് പോവുക. അപ്പോൾ പഴയ ഇത് പിന്നെയും നമുക്കൊരു ട്രാക്കിലേക്ക് വരാനുള്ള ഫ്രീഡം അതൊക്കെ കിട്ടും. അങ്ങനത്തെ അതൊക്കെ അത് എനിക്ക് തോന്നുന്നു വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഫ്യൂച്ചർ പ്ലാൻസ് ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്കും ജോബുണ്ട്, വൈഫിനും ജോബുണ്ട്, 2 കുട്ടികളുണ്ട്. അവരെ നല്ലപോലെ നോക്കണം, അതാണ്. പിന്നെ എല്ലാവരും വേണം, ബട്ട് എല്ലാത്തിനും ഒരു ബാരിക്കേഡ് നമ്മൾ തന്നെ കീപ്പപ്പ് ചെയ്യണം. അതാണ് എന്നോട് ഫാദറും ഡോക്ടേഴ്സും ഇവിടുത്തെ നിങ്ങളുടെ പോലത്തെ ആൾക്കാർ പറഞ്ഞു തന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ഇവിടെ വന്ന് നിന്നാലേ അറിയുള്ളൂ. അവിടെ ഒരു 21 ഡേയ്സ് ശരിക്കും നിന്നാലാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. പിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഈ സ്ഥലം. നല്ല ആംബിയൻസാണ്. നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീഡമുണ്ട്. എല്ലാം മറക്കുകയാണ് ഇവിടെ വരുമ്പോൾ. ഒരു റൂമിൽ ഒരു 21 പേര് നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേസ് കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും. സൺഡേ ലീവാണ്, ബട്ട് ഈവനിങ് ഒരു പാട്ട്, ഡാൻസ്, സ്കിറ്റ്, അങ്ങനത്തെ പരിപാടികൾ, അല്ലെങ്കിൽ ഫിലിം, അങ്ങനത്തെ വീട് പോലെ തന്നെയാണ്. ശരിക്കും വീട് തന്നെയാണ്. അങ്ങനത്തെ ഒരു ആംബിയൻസാണ്. പിന്നെ എല്ലാവരോടും ഇപ്പോൾ ഞാൻ വന്ന് പോകുമ്പോൾ ഒരു നല്ല ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കിയിരുന്നു. മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ടച്ചിലുണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ എല്ലാവർക്കും ഒരു ഗുഡ് ലക്ക്. ഫ്യൂച്ചറിൽ ഇനി പിന്നെയും ആ തെറ്റായ ഇതിൽ പോകരുതെന്ന് വിചാരിക്കണം. ഞാൻ പോവില്ല, അവരും പോകരുത്. ആ ഒരു ഇതുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും താങ്ക്സ് പറയേണ്ടത് എൻ്റെ വൈഫിനാണ്. അവളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പുതിയ ഒരാളായിട്ട് പോകുന്നു. താങ്ക് യു.